ഞാൻ ജോസ് ചെമ്പേരിയായ കഥ പറയാം. പന്ന് കേരളാക്കോട്ടത്തിന് എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ മലയോരത്ത് എവിടെ ഉണ്ടെങ്കിലും ജീപ്പും പിടിച്ച് കേരള കോൺഗ്രസ്സുകാർ പോകും. ഉളിക്കല്ലിൽ ഒരു പൊതുയോഗം വെച്ചു. ഉളിക്കലൊക്കെ നല്ല ഒന്നാന്തരം ഒരു മേഖലയാണ് കൃഷിക്കാരന്. അന്നത്തെ ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ വെട്ടവ, അദ്ദേഹം മരിച്ചുപോയി. അന്ന് ആലക്കോട് കോളേജിലെ ഹിന്ദി അധ്യാപകൻ ഒരു മോഹൻ ഡി കങ്ങഴയുണ്ട്. നല്ല വാഗ്മിയാണ്. അങ്ങരും തിരുവിതാംകൂറിൽ നിന്ന് വന്നുകൊണ്ടാക്കിയ ആളും കേരള കോൺഗ്രസ്സായി. അങ്ങനെ കങ്ങഴയാണ് പ്രധാന പ്രസംഗകൻ. ഉളിക്കലിലെ യോഗം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു ജീപ്പ് എല്ലാവരും, ഞങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ജീപ്പിൽ കയറി മുടക്കമുള്ളൂ, ജീപ്പൊക്കെ പിടിക്കുന്ന അവരാ. അവിടെ ചെന്നു. അങ്ങനെ എൻ്റെ കാശൊന്നും ഇല്ലോന്നേ. അവിടെ ചെന്നു. അപ്പം മുക്കുഴി അവസാനം ചേട്ടൻ്റെ വെട്ടത്തിനോട് പറഞ്ഞു, ജോസ് ചെമ്പേരിക്ക് ഒരു പ്രസംഗിക്കാൻ ഒരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സ്റ്റേജിലിരുത്തി. മോഹൻ ഡി കങ്ങഴയുടെ പ്രസംഗം കഴിഞ്ഞു. ഈ അവസാനോട് ചോദിച്ചു, ഈ ജോസിനെ എങ്ങനെ വിളിക്കണമെന്ന് ചോദിച്ചു. ജോസ് ചെമ്പേരി എന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ജോസ് ചെമ്പേരി അടുത്തതായി പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. ഒരു 10-20 മിനിറ്റ് ഞാൻ പ്രസംഗിച്ചു. ഞാൻ പ്രതീക്ഷിക്കാത്ത കയ്യടിയാണ് വന്നത്. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ അങ്ങനെ അന്ന് മുതൽ ജോസ് ചെമ്പേരി എന്ന ഒരു പ്രസംഗകൻ ജനിച്ചു. അപ്പോൾ ഉളിക്കലിലാണ് ജോസ് ചെമ്പേരിയുടെ ജന്മം. അതെ, എൻ്റെ ജന്മം, രാഷ്ട്രീയ ജന്മം ഉളിക്കലില്ല. പേര് പ്രസംഗിക്കുന്ന ജോസ് ചെമ്പേരി, രാഷ്ട്രീയ നേതാവെന്ന ജോസ് ചെമ്പേരി രൂപം കൊണ്ടത് ഉളിക്കൽ. പിന്നീട് ഇരിക്കൂർ നിയമന സെക്രട്ടറിയായി, കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി. അപ്പോഴൊക്കെ ഒറ്റ കേരള കോൺഗ്രസ് ഉള്ളൂ. അല്ല, 76 കേരള കോൺഗ്രസ് പിളരുന്നു. ആദ്യത്തെ പിളർപ്പാണ് അത്. ആദ്യത്തെ പിളർപ്പാണ് 75 ഡിസംബർ മാസം 26-ാം തീയതി അച്യുതാനന്ദൻ ഗവൺമെൻറ് കേരള കോൺഗ്രസ് പങ്കാളിയാകും. 6 മാസം കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അന്ന് മന്ത്രി ആകേണ്ട ജോർജ് സാറായിരുന്നു ചെയർമാൻ എന്ന നിലയ്ക്ക്. പക്ഷേ അദ്ദേഹം മാറി നിന്ന് 2 ജനറൽ സെക്രട്ടറിമാരെ മന്ത്രിമാരാക്കി. ആർ ബാലകൃഷ്ണപിള്ളയും കെ എം മാണി. അതെ, കെ എം മാണി അന്ന് ധനകാര്യമന്ത്രി, ധനകാര്യ നിയമമന്ത്രി. അന്ന് മുതലേ പുള്ളിക്ക് ധനകാര്യമാണ്. ബാലകൃഷ്ണ സാറ് ട്രാൻസ്പോർട്ട് എക്സൈസ് ഗതാഗതം. അപ്പം അന്ന് അങ്ങനെ 75 ഡിസംബർ 26-നാണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്, മന്ത്രിസഭ പങ്കാളിയാകുന്നത്. സ്വാഭാവികമായിട്ടും 6 മാസം കഴിയുമ്പോൾ ബാലകൃഷ്ണ സാറ് രാജിവെക്കണമല്ലോ. അദ്ദേഹം എം പിയാണ്, MLA അല്ലായിരുന്നു. അപ്പം ആ സമയത്ത് കെ എം ജോർജ് പകരം മന്ത്രിയായി. അപ്പോൾ ചില അനാവശ്യ വാദങ്ങളൊക്കെ ഉണ്ടായി. ചെയർമാൻ മന്ത്രി ഒരാളായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വാദങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ അതിൻ്റെ ന്യായാന്യാദികളിൽ കടക്കുന്നില്ല. ഇനി എന്തിനാ ഇത്രയും കാലം കഴിഞ്ഞിട്ട് അതിൻ്റെ ചരിത്രം അറിയണമല്ലോ. സത്യത്തിൽ ചരിത്രമാണല്ലോ. അങ്ങനെ പറഞ്ഞ സ്വാഭാവികമായിട്ടും അപ്പം ചെയർമാനും മന്ത്രി ഒരാളാകരുതെന്നുള്ള വാദം ഉന്നയിക്കുന്ന മാണി സാറും പി ജെ ജോസഫ് ഒക്കെയാണ്. അപ്പോൾ പി ജെ ജോസഫ് ഉണ്ട് കൂടെ. ഉണ്ട്. ഈ പി ജെ ജോസഫ് നിങ്ങളുള്ളപ്പോൾ ആദ്യം പി ജെ ജോസഫ് 1970 പി ജെ ജോസഫിനെ കെ എം ജോർജ് ആണ് പാർട്ടിയിൽ കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പാർട്ടിയിൽ ഉണ്ടാ? ഞാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മലബാറിലില്ലേ. അല്ല, പി ജെ ജോസഫ് വന്ന് ഏത് പാർട്ടിന്നാ വരുന്നത്? ഒരു പാർട്ടിയില്ല. ഏത് പാർട്ടിയാന്ന് പോലും വരത്തില്ല. പുള്ളി കേരള കോൺഗ്രസിലേക്ക്, അവിടുത്തെ ഒരു പ്രമാണിയാണ്. അപ്പം അപ്പം ഈ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല, ജോർജ് സാർ പറഞ്ഞു തൊടുപുഴ സ്ഥാനാർത്ഥിയാക്കാൻ പോകുമെന്ന് പറഞ്ഞു. അതിന് കാശൊന്നും ഇല്ല. കാശൊക്കെ ഇല്ലേ, കുറച്ചൊക്കെ പേർക്ക് പോകാത്തൊക്കെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി 70 തന്നെ MLA. പി ജെ ജോസഫ് 70 തിരഞ്ഞെടുത്ത 14 MLA-മാരാണ്. 4 MLA-മാരിൽ എന്ന് പറഞ്ഞാൽ കെ എം മാണി എന്ന രാഷ്ട്രീയ നേതാവിനെ കേരളം അറിയുന്നത് ആ കാലഘട്ടത്തിലാണ്. അന്ന് ഒറ്റ കേരള കോൺഗ്രസ്, ഒറ്റ കേരളം. അന്ന് കെ എം മാണിയാണ്, അന്ന് കെ എം ജോർജ്, കെ എം മാണി, ആർ ബാലകൃഷ്ണപിള്ള. ഈ 3 പേര്. ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ കെ എം ജോർജ്, കെ എം മാണി, ആർ ബാലകൃഷ്ണപിള്ള എന്നാണ്. അപ്പോൾ പി ടി ചാക്കോയുടെ റോൾ എങ്ങനെയാണ്? പി ടി ചാക്കോ മരിച്ചല്ലോ. മരിച്ചതിന് ശേഷമാണ് പി ടി ചാക്കോ മരിച്ചതിന് ശേഷം. കാരണം കേരള കോൺഗ്രസ് പറഞ്ഞ പി ടി ചാക്കോന്റെ പേര് ആദ്യം വരും. പറഞ്ഞത് പി ടി ചാക്കോ അന്ന് അദ്ദേഹം ആർ ശങ്കറിന്റെ മന്ത്രിസഭയിൽ ആഭ്യന്തരം റവന്യൂ മന്ത്രിയായിരുന്നു. വലിയ വകുപ്പുകളാണ്. അപ്പം അതിലെ ഭൂപരിഷ്കരണ നിയമം ശരിക്കൊന്ന് അത് ഗൗരവ്യ കൊണ്ടുവന്നെങ്കിലും അതിൻ്റെ അലകും പിടിയും മാറ്റി ശരിക്കും അവതരിപ്പിക്കുന്നത് ഈ പി ടി ചാക്കോ റവന്യൂ മന്ത്രി നിലയ്ക്ക്. 2 ദിവസം ഉറക്കളച്ചിരുന്ന. കോൺഗ്രസ് അന്ന് കോൺഗ്രസ്സാണ്.
ആർ ശങ്കറിൻ്റെ ഗവൺമെൻറ് കോൺഗ്രസ്. ഞാൻ ആ പി ടി ചാക്കോയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹം ക്ഷീണിതനായിട്ട് ഒരു ചെറിയ ഉല്ലാസയാത്ര പീച്ചിക്ക് പോയി. അപ്പം അവിടെ മറ്റേ മാതാവിൻ്റെ പെരുന്നാൾ നടക്കുക തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭക്തിയുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ കുരുത്തുകൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് റോഡുകളിൽ അലങ്കരിച്ച് ഭക്തജനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. ഒരു സ്റ്റേറ്റ് കാർ വരുന്നു. സ്റ്റേറ്റ് കാർ വന്ന് ഒരു ഉന്തുവണ്ടി ഇടിക്കുന്നു. ഉന്തുവണ്ടി ഉന്തുവണ്ടിക്കാരൻ മറിഞ്ഞു വീഴുന്നു. അയാൾക്കും പരിക്ക് വന്നിട്ട് പെണ്ണാൾക്കും പരിക്ക് പറ്റുന്നു. കാർ നിർത്താതെ പോയി. അപ്പം ആരോ പറഞ്ഞൊരു സ്റ്റേറ്റ് കാറാണ്. വേറെ അത് പി ടി ചാക്കോയെ ഓടിച്ചത്. വേറെ വന്നിട്ട് പറഞ്ഞാൽ ഒരു പൊട്ട് കുത്തി പെണ്ണുങ്ങൾ ഒരു സ്ത്രീ മുമ്പിലുണ്ട്. പി ടി ചാക്ക അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ കയറി ഇങ്ങനൊരു അപകടം ഉണ്ടായി. അവരെ എത്ര പി ടി ചാക്കോയ. മന്ത്രി സ്വന്തം ഡ്രൈവ് ചെയ്തു. അതൊരു സ്വകാര്യ യാത്രയായിരുന്നു. അപ്പം എന്നിട്ട് പോലീസ് ഉടനെ എത്തി. ഉണ്ടായിരുന്നു. അത് അതിനെക്കുറിച്ച് പറയാം. അപ്പം അത് കഴിഞ്ഞ് ഇത് വലിയ വാർത്ത, അന്തിപ്പത്രങ്ങൾക്ക് വലിയ വാർത്തയായി. പി ടി ചാക്കോ പീച്ചിൽ പോയി തിരിച്ച് വന്ന് ആശുപത്രി കയറി. ഈ മരിച്ച ഉന്തുവണ്ടിക്കാരനെ കണ്ടു. അവന് പരാതിയൊന്നുമില്ല. റൂബി മേരി എന്ന് പറയുന്ന 2 പെണ്ണുങ്ങളാണ്. അവരെയും കണ്ടു. അവർക്ക് ചെറിയ പരിക്കുള്ളൂ, പരാതിയൊന്നുമില്ല. ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും പൈസ വേണേൽ തരാമെന്നും പറഞ്ഞു. അതങ്ങ് തീർന്നു. പക്ഷെ അന്തിപ്പത്രങ്ങളിൽ ചൂടായ വാർത്ത, പി ടി ചാക്കോയുടെ വണ്ടി മുട്ടി. ആ കാറിലെ സ്വന്തമാണ് വണ്ടി ഓടിച്ചത്. ഒരു പൊട്ടുകുത്തിയ സ്ത്രീ ഉണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകയായ പത്മ എം നായർ, ഞാൻ ആ വണ്ടിയിലുണ്ടായിരുന്നു പറഞ്ഞു വന്നു. അവരത് ഞാൻ ആ വണ്ടിയിലുണ്ടായിരുന്നു. എന്നതാണേലും ഈ പത്രക്കാർ വിടുകയല്ലോ. ചുരുക്കി പറഞ്ഞാൽ അന്ന് നിയമസഭ ആരംഭിക്കുന്നു. ജനുവരി 30 ഗാന്ധിജിയുടെ ചരമ ദിനം. അന്ന് പി ഗോപാൽ എന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രഹ്ലാദൻ ഗോപാലൻ നിയമസഭയിൽ പറഞ്ഞു, വ്യഭിചാര നിരോധന നിയമപ്രകാരവും മദ്യപിച്ച് വണ്ടി ഓടിച്ചതിൻ്റെ പേരിലും പി ടി ചാക്കോ രാജിവെക്കണം പറഞ്ഞു പ്രശ്നമാക്കി. പക്ഷെ EMS അത് ഏറ്റെടുത്തില്ല. EMSനൊക്കെ പി ടി ചാക്കോ EMSനോട് ബഹുമാനമായിരുന്നു. അതേപോലെ EMS എന്ന നല്ല മനുഷ്യൻ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ എന്ത് പറഞ്ഞാലും വ്യക്തിപരമായ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനും പി ടി ചാക്കോട് ഇഷ്ടമാണ്. അദ്ദേഹം അനങ്ങിയില്ല, അവരടങ്ങിയേയില്ല. മുഖ്യമന്ത്രി EMS ആണോ? മുഖ്യമന്ത്രി EMS അല്ലെന്ന് ആർ ശങ്കർ മന്ത്രിസഭയാണ്. അന്നേരം പ്രതിപക്ഷ നേതാവ് EMS EMS ആ വിഷയത്തിൽ ഇടപെട്ടില്ല. അപ്പോൾ അവസാനം 30-ാം തീയതി പ്രഹ്ലാദൻ ഗോപാലൻ നിയമസഭയ്ക്ക് മുമ്പ് സദ്യക്കാരെ വരുന്നു, മരണം വരെ. പത്രക്കാർ വന്ന് അദ്ദേഹത്തെ കണ്ടു. ഇന്നലെ സ്വപ്നത്തിൽ ഗാന്ധിജി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. എടാ ഗോപാല, നീയൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണോടാ ഈ ചാക്കോയെപ്പോലുള്ള ഇത് കൂട്ടി ചെയ്യുന്നത്? സദാചാരബോധം സംരക്ഷിക്കാൻ വേണ്ടി നീ മരണം വരെ സത്യാഗ്രഹം നടത്തണമെന്ന് ഗാന്ധി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞെന്നാ ഇയാൾ പറയുന്നത്. അങ്ങനെയായി. പത്രം ആയപ്പോഴേക്കും പ്രതിപക്ഷ വിധി ഏറ്റെടുത്തു. പിന്നെ പ്രതിപക്ഷത്തിന് മാറി നിൽക്കാൻ പറ്റിയല്ലോ. അങ്ങനെ ചാക്കോ രാജിവെച്ച ചാക്കോ ആദ്യം പോയത് അരമനയിലോട്ടല്ല, മന്നത്ത് ഡാമിൻ്റെ അടുത്തോട്ട് പോയി, ചങ്ങനാശ്ശേരി. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അദ്ദേഹം കോട്ടയം കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. വലിയൊരു ക്രിമിനൽ വക്കീലാണ്. ഇഷ്ടം പോലെ കേസുകൾ വന്നു. രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം കളഞ്ഞിട്ടില്ല. അന്ന് അദ്ദേഹം കാശൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാർ പിരിച്ച ഒരു കാർ മേടിച്ചു കൊടുത്തു. ഇന്നത്തെ പോലെ അഴിമതിയൊന്നുമില്ലെന്ന്. കോൺഗ്രസ്സുകാർ പണം പിരിച്ചാണ് ഒരു കാർ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ആ കാറും കൊണ്ട് കോടതിയിൽ പോകും. രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, നിർത്തിയല്ല, വരുമാനം വേണമല്ലോ. അപ്പോൾ ഒരു പ്രമാദമായ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് കാവിലമ്പാറ വരുന്നു, കുറ്റ്യാടി എസ്റ്റേറ്റിൽ. അപ്പോൾ അതിൻ്റെ ഒരു തെളിവെടുപ്പിന് വന്നതാണ്, അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ.
ഇപ്പം കാവിലമ്പാറിലെ കടത്തിനെ വെച്ച് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ നെഞ്ചുവേദന വന്ന് പുള്ളി തളർന്നു വീണു. ആശുപത്രിയിൽ എത്തിപ്പിച്ച് മരിച്ചു. അപ്പം നിയമസഭ ചേർന്നു. അന്ന് നെഹ്റുവിനെ കുറിച്ച് അനുസ്മരണം നടത്തി. ഉടനെ EMS പറഞ്ഞു, EMS അല്ല അച്യുതമേനോൻ പറഞ്ഞു, നിങ്ങൾ ചെയ്ത് തെറ്റാ, PT ചാക്കോയെ കുറിച്ച് അനുസ്മരണം നടത്തണം. നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ PT ചാക്കോയുടെ കുത്തി കത്തി ഇറക്കി, മരിച്ച PT ചാക്കോയുടെ ശരീരത്തിൽ ഇനി കത്തി ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയാണെന്ന് പറഞ്ഞ് അന്ന് CH മുഹമ്മദ് കോയ അന്നത്തെ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടു. ഉടനെ കേരളത്തിലെ കോൺഗ്രസിലെ 25 MLA സംഘടിച്ചു. KM ജോർജിൻ്റെ R ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ സംഘടിച്ച് 25 പേര് പ്രത്യേക ബ്ലോക്കായി മാറിയിരുന്ന് R ശങ്കറിൻ്റെ മന്ത്രിസഭയുടെ പിന്തുണ പിൻവലിച്ചു. അങ്ങനെ ആ സർക്കാർ താഴെ പോയി. പിന്നീട് 65 തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോഴത്തേക്ക് കേരള കോൺഗ്രസ് ഉണ്ടായോ? അത് കഴിഞ്ഞാണ് കേരള കോൺഗ്രസ്. 25 പേരാണ് ഈ 25 അതിനകത്ത് നേതൃത്വം കൊടുത്തിരിക്കുന്നത് KM മാണി, ഇല്ല മാണിസാർ അന്ന് കോൺഗ്രസിലാണ്. അന്ന് കോൺഗ്രസിലെ ജില്ലാ സെക്രട്ടറിയാണ്. കേരള കോൺഗ്രസ് വന്നെങ്കിലും നേതൃത്വത്തിലേക്ക് അന്ന് വന്നില്ല. അന്ന് ആരൊക്കെയാണ്? ആർ ബാലകൃഷ്ണ, അന്ന് KM ജോർജ് ചെയർമാൻ, ജോർജ്, R ബാലകൃഷ്ണപിള്ള, മാത്തച്ചൻ കുരുനാക്കുന്നേൽ, ഇവർ ജനറൽ സെക്രട്ടറി. അങ്ങനെയാണ് കേരള കോൺഗ്രസ് ഉണ്ടാവുന്നത്. ആണ് കേരള കോൺഗ്രസ്. മന്നത്ത് പത്മനാഭനാണ് കേരള കോൺഗ്രസ് നാമകരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. നായർ സമുദായമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം ഈ കേരള കോൺഗ്രസ് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ലീഗുമായിട്ടുമുണ്ട്. കാരണം PT ചാക്കോയെ CH തള്ളി പറഞ്ഞില്ല. അതുപോലെ അന്ന് അനുസ്മരണം നടത്താത്തതിൻ്റെ പേരിൽ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് മുസ്ലിം ലീഗാണ്. ഒരു സെക്കൻഡ് ജോസ് ചെമ്മേരി, അപ്പോൾ ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ താങ്കളുടെ റോൾ എന്താണ്? ഞാനന്ന് ഇരിക്കൂർ നിയമമുള്ള സെക്രട്ടറി. ഈ നേതാക്കളെയൊക്കെ കാണലുണ്ടോ? ഉണ്ട്. കാരണം ഞാനന്ന് മറ്റേ അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട്. ജോർജ് സാർ അത് പറയാമല്ലോ. അത് കഴിഞ്ഞ് കേരള കോൺഗ്രസ് രൂപീകരിച്ചു. അപ്പം അന്ന് 65 തെരഞ്ഞെടുപ്പ് നടന്നു. ഒറ്റയ്ക്കാണ് കേരള കോൺഗ്രസ് നിൽക്കുന്നത്. 25 MLA കിട്ടി 65. ഇന്നത്തെ കോൺഗ്രസ്സിന് അത്ര MLA കിട്ടിയില്ല. വലിയ കോൺഗ്രസ്സിന് CPM-നും ഭൂരിപക്ഷം ഏറ്റവും വലിയ കക്ഷി EMS ആയിരുന്നു. EMSൻ്റെ നേതൃത്വത്തിൽ. അപ്പം അന്ന് EMS KM ജോർജിനോടും ബാലകൃഷ്ണപിള്ളയോടും പറഞ്ഞു, നിങ്ങൾ സർക്കാർ ഉണ്ടാക്കിക്കോ, ഞാൻ നിരുപാധികം പിന്തുണ തരാം. ഒരൊറ്റ കാര്യം, ഞങ്ങളുടെ കുറേ പ്രവർത്തകർ ജയിലിൽ കിടപ്പുണ്ട്. ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് കുറേ പ്രവർത്തകർ ജയിലിൽ കിടപ്പുണ്ട്. അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കാണിച്ച് ഞാൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കും. KM ജോർജിനെ പിന്താങ്ങണ്ട, എതിർക്കാതിരുന്നാൽ മതി. ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അപ്പം അന്നത്തെ എന്നാ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്, എന്താണ് ജോർജ് സാറിനെ അത് ബാധിച്ചെന്ന് അറിയത്തില്ല. ഗവൺമെൻറ് ഉണ്ടാക്കിയില്ല. പിന്നീട് നിയമസഭ പിരിച്ചുവിട്ടു. 67 തെരഞ്ഞെടുപ്പ് നടന്നു. 67 EMS സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി. ബുദ്ധിമാനല്ലേ, ആൾ മോശക്കാരനാണോ? വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. അന്നത്തെ കോൺഗ്രസിന് 9 സീറ്റ്, കേരള കോൺഗ്രസിന് 5 ഉള്ളൂ. ഒറ്റയ്ക്കാകുന്നത് 9 പേരുടെ നേതാവ് K കരുണാകരൻ, 5 പേരുടെ നേതാവ് KM ജോർജ്. പക്ഷേ ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗമായിരുന്നു KM മാണി നിയമസഭയിൽ അവതരിപ്പിച്ച്. KM മാണി എന്ന രാഷ്ട്രീയ നേതാവിനെ കേരളം അറിഞ്ഞത് ആ 2 വർഷക്കാലത്ത്, അതായത് 67 മുതൽ 70 വരെയുള്ള കാലത്ത്. 70 വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നു. അന്നും കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് 14 കേരള കോൺഗ്രസ് ഇല്ലേ ഉള്ളൂ. അത് താങ്കൾ ഈ പറഞ്ഞതുപോലെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. എല്ലാം ഉണ്ട്. ഇരിക്കൂറിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. അപ്പം 70 തിരഞ്ഞെടുപ്പ് നടന്നു. അന്ന് ഒറ്റയ്ക്ക് വന്നത് 14 MLA കേരള കോൺഗ്രസ് കിട്ടി. 14. ഏതാണ്ട് ഒരു 5-8ഓളം MLA തോറ്റുപോയി. സ്ഥാനാർത്ഥി തോറ്റുപോയി ചെറിയ വോട്ടിന്. അച്യുതമേനോൻ അധികാരത്തിൽ, അച്യുതമേനോൻ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഉണ്ടാകുന്നു.
ഗവൺമെൻറ് ഉണ്ടായി. കരുണാകരൻ ആഭ്യന്തരമന്ത്രി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക്, അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് 73 വരിക, ഇന്ദിരാഗാന്ധിക്ക് ഒരു തോന്നൽ കേരള കോൺഗ്രസിനെ കൂടി മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്ന്. അങ്ങനെ മെത്രാന്മാരും ഒക്കെ ആയിട്ട് ഇടപെട്ട് ബിഷപ്പുമാരും ദീപിക പലരും അതിന് ഒത്തിരി മധ്യസ്ഥന്മാരുണ്ട്. ഏതായാലും 3 പാർലമെൻറ്റ് സീറ്റുകൾ കേരള കോൺഗ്രസിന് തന്നു. കൊട്ടാരക്കര ആർ ബാലകൃഷ്ണപിള്ള, പിന്നെ ഒരു വർക്കി ജോർജ്, എം.എൻ. ജോസഫ്, 3 എംപിമാർ ജയിച്ചു. ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയമാണ് ഉണ്ടായത്. വിജയം ഉണ്ടായിക്കഴിഞ്ഞ് 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അപ്പം ഞങ്ങൾ EMSനോടൊപ്പമാണ്. ഇടതുപക്ഷത്താണ് നേരം പാർലമെൻറ്റ് കിട്ടുമെങ്കിൽ ഞങ്ങൾ EMSനോടൊപ്പം, ഇടതുപക്ഷം മുന്നണിയില്ല. EMSുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ച നടത്തി. 42 സീറ്റുകൾ EMS കേരള കോൺഗ്രസ് നൽകാൻ തയ്യാറായി. 42 സീറ്റുകൾ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ച് എന്നതാ പറയുന്നത്? നേരം വെള്ളപ്പോഴത്തേനും പ്രതിപക്ഷ നേതാക്കളൊക്കെ ജയിലിൽ, പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അതല്ല, നിങ്ങളുടെ ഓർമ്മയിലുണ്ട് കൃത്യമായിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ EMSനോട് ചേർന്ന് പ്രതിപക്ഷം അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തി. എനിക്ക് തോന്നുന്നു കോഴിക്കോട്ട് കിഡ്സൺ ടൂറിസ്റ്റ് ഹോമിൽ വെച്ചൊരു പ്രതിപക്ഷ നേതാക്കളുടെ യോഗം ചേർന്നു. അവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. KN ജോർജിനെ അറസ്റ്റ് ചെയ്തു, ബാലകൃഷ്ണപിള്ളയെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ പാർട്ടിയുടെ ഒരു ധാരണയുണ്ടായിരുന്നു, എല്ലാ നേതാക്കന്മാരും അറസ്റ്റ് വരിക്കേണ്ട. പാർട്ടിയെ നയിക്കാൻ വേണ്ടി KM മാണി തൽക്കാലം മാറി നിൽക്കുക. അറസ്റ്റ് എല്ലാവരും കൂടെ ജയിലിൽ പോയ പാർട്ടിയുടെ കാര്യം നോക്കട്ടെ. അങ്ങനെ EMSനോടൊപ്പം ഈ KM ജോർജും ആർ ബാലകൃഷ്ണപിള്ളയൊക്കെ വിയ്യൂരാണ്, തിരുവനന്തപുരത്ത് ആണെങ്കിലും ജയിലിലായി. അപ്പം ഇന്ദിരാഗാന്ധിക്ക് ഒരു തോന്നലുണ്ടായി, കേരള കോൺഗ്രസിനെ കൂടി മുന്നണി കൊണ്ടുവരണമെന്ന്. അങ്ങനെയാണ് പിന്നെ ഒത്തിരി ചർച്ച. ഈ സമയത്ത് താങ്കൾ കേരള കോൺഗ്രസിന്റെ പിന്നെ താങ്കളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? പറയാം. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നു. ഒരു ഇച്ചിരി പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നു. പിന്നെ കേരള കോൺഗ്രസ് മന്ത്രിസഭ വന്നു. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞായിരുന്നു, KM ജോർജ് മാറി വന്നു, രണ്ടുപേരും മന്ത്രിമാരായി. സ്വാഭാവിക MP ആയി ആർ ബാലകൃഷ്ണൻ 6 മാസം കഴിഞ്ഞ് രാജിവെക്കേണ്ടി വന്നു. കേരള കോൺഗ്രസിനെ പിളർത്തണമെന്ന് അതിശക്തമായ ധാരണ അന്ന് കോൺഗ്രസിലുണ്ടായി. കേരള കോൺഗ്രസിൻ്റെ വളർച്ച, കാരണം കേരള കോൺഗ്രസിൻ്റെ വളർച്ച മലയോരത്തേക്ക് ഏരിയ സർവീസ് ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക്, ആലക്കോട്, ഇതൊക്കെ കേരള കോൺഗ്രസ് ഭരിച്ചു വന്നു. കുട്ടൂർ മുതൽ ഇങ്ങോട്ട് എടുത്താൽ അല്ലാണ്ട് ഇതിനെ തകർക്കണമെന്ന് തോന്നൽ കോൺഗ്രസിനുണ്ടായി. കോൺഗ്രസിലെ ആരോ ചില കുബുദ്ധികളുടെ ഫലമായിട്ട് ചില വാദങ്ങളൊക്കെ ഉണ്ടായി. മന്ത്രിയും ചെയർമാനും ഒരാളാകരുത്. KN ജോർജ് മന്ത്രിയും ചെയർമാനും ആയി. പിളപ്പിലേക്ക് വരുന്നത് മന്ത്രിയും ചെയർമാൻ ഒരാളാകരുതെന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടിയെല്ലാം ആകണമെന്ന് പറഞ്ഞു. അഭിപ്രായ വ്യത്യാസമായല്ലോ. ഇങ്ങനെ 76 കേരള കോൺഗ്രസ് പിളരുന്നു. ജോർജ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും ഫസ്റ്റ് രണ്ടു പേരും. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ നിന്നു? ഞാൻ ജോർജ് സാറിനൊപ്പം നിന്നു. KM ജോർജിനോട്, ആർ ബാലകൃഷ്ണപിള്ള, KN ജോർജ് സാറിനോടൊപ്പം ആർ ബാലകൃഷ്ണപിള്ള, അതുപോലെ TS ജോണ്, പ്രമുഖ നേതാക്കളെല്ലാം നിന്നു. PJ ജോസഫും TN ജേക്കബും KM മാണി. PJ ജോസഫ്, TM ജേക്കബ്, TN ജേക്കബ് അന്ന് KC ആയിട്ട് അടക്കം അങ്ങോട്ട് മാണി സാറിന്. അപ്പം KM മാണി, TM ജേക്കബ്, PJ ജോസഫ് ഒരു ഗ്രൂപ്പ്. അപ്പുറത്ത് ജോർജ് സാറ്, KM മാണി, അല്ല അപ്പുറത്ത് ജോർജ് സാറ്, ആർ ബാലകൃഷ്ണപിള്ള, TS ജോൺ, മുതിർന്ന നേതാക്കളൊക്കെ അങ്ങനെ വന്നു. അപ്പോഴ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം കിട്ടിയത് KM ജോർജിനാണ്. അപ്പം ജോർജ് സാറ് പിളർപ്പിൽ വലിയ വേദന ഉണ്ടായിരുന്നു. യോജിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചു, ദീപി ഉൾപ്പെടെ. അപ്പം അതിനകത്ത്
അത് വേറെ ബിജി, ഞാൻ പറഞ്ഞില്ലേ ഇത് കുത്തിത്തിരിപ്പനാളുണ്ടായിരുന്നു. ഫസ്റ്റ് രണ്ടായി, ആ രണ്ടാവുമ്പോൾ നിങ്ങൾ അപ്പുറത്ത് വന്നു ജോർജ് സാറിന്റെ കൂടെ. അതെ, അപ്പം അത് അപ്പൊ നിങ്ങളുടെ പ്രവർത്തനം പിന്നെ ജോർജ് സാറിന്റെ ഗ്രൂപ്പിൽ വന്നപ്പോൾ നിങ്ങൾ ഏതായി? ജോർജ് സാറിൻ്റെ ഇത് വന്നപ്പോൾ ഇവിടെ ജോർജ് സാറ് മരിച്ചപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ട് ആർ ബാലകൃഷ്ണ ഉള്ളത്. അപ്പം ജോർജ് ഗ്രൂപ്പ് പിന്നെ അറിയപ്പെട്ടത് പിള്ള ഗ്രൂപ്പ് എന്നാണ്. അപ്പം പക്ഷേ മുന്നണിയിലുണ്ട്. പക്ഷെ ഒരു മുന്നണിയിൽ ഒന്നിച്ച് ആളെ വൈമനസ്യം കൊണ്ട് മാത്രമല്ല ബാലകൃഷ്ണ സാർ ആ ടീം EMSനോടൊപ്പം വന്നു ഇടത് മുന്നണിയിലേക്ക്. കെ എം മാണി സാർ അവിടെ വന്നു. മാണിയും ജോസഫും അപ്പുറം നിന്നു. നിങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ബാലകൃഷ്ണപിള്ളയുടെ കൂടെ. അതെ, പിള്ള ഗ്രൂപ്പ്. അതൊന്നും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പം ഞാൻ ജില്ലാ സെക്രട്ടറി ആയി. ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി അങ്ങനെ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിന്റെ ജില്ലാ സെക്രട്ടറി, അപ്പുറത്ത് മാണി ഗ്രൂപ്പ് വേറെ. അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ഈ പിള്ള ഗ്രൂപ്പ് ഇടതു മുന്നണിയിൽ 18 സീറ്റ് ഞങ്ങൾക്ക് മത്സരിക്കാൻ തന്നു പിള്ള ഗ്രൂപ്പിന്. മാണി സാറിന് 25 മറ്റോ കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ 22 MLA ജയിക്കുന്നു മൊത്തത്തിൽ. മാണി സാറിന് മാത്രത്തിൽ ആ UDF 22 MLA ജയിച്ചു. ഇപ്പുറത്ത് 3 പേരാ ജയിച്ചത്. അത് ഒന്ന് ബാലകൃഷ്ണപിള്ള, ഒരു ഇട്ടൂപ്പ് അവര് ജയിച്ചു. അങ്ങനെ ബാലകൃഷ്ണ ഗ്രൂപ്പിന് 3, അപ്പുറത്ത് 22 കിട്ടി. നിങ്ങൾ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾ ജില്ലാ പ്രസിഡന്റ് ആയില്ല. ജില്ലാ പ്രസിഡന്റ് വട്ടം സാറാ. ജില്ലാ പ്രസിഡന്റ് ആയതിന് ഇച്ചിരി കഴിഞ്ഞ. അപ്പൊ അങ്ങനെ വന്നു. അതിനുശേഷമുള്ള അതിനുശേഷം നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് പറയാം. അതിനുശേഷം ഈ പിന്നീട് നടന്ന 90-ലെ തെരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നു. അല്ല, 70 വരെ തെരഞ്ഞെടുപ്പിലെ അടുത്ത തെരഞ്ഞെടുപ്പില് ഈ ഞങ്ങള് പ്രതിപക്ഷത്താണല്ലോ ശരിക്കും. 3 പേരേ ഉള്ളതാണ് പ്രതിപക്ഷത്ത്. അന്ന് അവിടെ സീറ്റ് വിഭജനം നടന്നു. വെട്ടത്തിന് ഇരിക്കൂർ പോകണമെന്ന് പറഞ്ഞ് ഞാനവിടെ പോയി. ഞാനാ പോയത്. ഞാനവിടെ ചെന്നു. സാറിൻ്റെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കൂർ പോകണമെന്നുണ്ട്. അന്ന് ഭാരത് ടൂറിസ്റ്റ് ഹോമിലാണ് ചർച്ച, കൊച്ചി. അപ്പോൾ 1 മണി കുറച്ച് ചർച്ച കഴിഞ്ഞ് കടയ്ക്ക് ബാലകൃഷ്ണ ഇറങ്ങി വന്നു. ജോസ് ഇരിക്കൂറായിട്ട് ചർച്ച ചെയ്തത് ഇരിക്കൂറായിട്ടുണ്ട്, നമുക്ക് വേറെ 18 കിട്ടുമെന്നാണ് തോന്നുന്നത്, ഇരിക്കൂറായെന്ന് പറഞ്ഞു. ജോസ് പോയി വെട്ടത്തിനോട് ഒരുക്കാൻ പറയാൻ പറയും. അങ്ങനെ ഞങ്ങൾ വന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് വട്ടം തോറ്റു. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴേക്കും 77 കാലഘട്ടമൊക്കെ ആയല്ലോ. 77 ആയപ്പോഴേക്കും അടിയന്തരാവസ്ഥയെല്ലാം പോയി. ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നു. ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്നാരായണന്റെ കേസ് വിധി വന്നു. ഒക്കെ അറിയാവുന്നില്ല. അത് വേറെ പശ്ചാത്തലത്തിലൂടെ കടന്നു പോയല്ലോ. അത് നിങ്ങളുടെ പാർട്ടിക്ക് പറയാം. അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ജനതാ പാർട്ടി ലയിക്കുന്നു. കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് ജനതാ പാർട്ടി. കാരണം എല്ലാവരും ജനതയിലോട്ട് ചേരുക. ഇവിടെ ചേരാണ്ടിരുന്നവർ ഞങ്ങളൊക്കെ ജനത ചേർന്നു. അന്ന് ജനത ചേരുമ്പോൾ ബാലകൃഷ്ണപിള്ള സാർ അതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. നിങ്ങളോ? ഞാൻ പറയാം. ഞാൻ അന്ന് ജില്ലാ സെക്രട്ടറി. ഞാൻ ജനതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അല്ല. അന്ന് ഞങ്ങൾ 5 പേരെ എക്സിക്യൂട്ടീവിലേക്ക് എടുത്തു. അല്ല, ജില്ലാ എക്സിക്യൂട്ടീവ്. ഭട്ടം സാറ്, ഞാൻ, പിന്നെ ഒരു TS മാത്യു, ഒരു ജോസഫ് പാലക്കൻ, അങ്ങനെ 5 പേര് എക്സിക്യൂട്ടീവിൽ വന്നു. അന്ന് P ഭാസ്കരനാണ് ജില്ലാ പ്രസിഡന്റ്. ചെരിപ്പിടുകയില മുനിസിപ്പൽ ചെയർമാനായിരുന്നു P ഭാസ്കരൻ മരിച്ചു. MLA സുധാകരനുണ്ടോ നിങ്ങളുടെ കൂടെ? ഇല്ലല്ലോ. പറയാം, ഉണ്ട്. കെ സുധാകരൻ അന്ന് യുവജനതാദളിന്റെ യുവജനതയുടെ സംസ്ഥാന പ്രസിഡന്റ്. അന്ന് കെ സുധാകരൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അന്ന് തൊട്ട് സുധാകരനുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധം ഒരേ പാർട്ടിയിലായിരുന്നു. ഒരേ പാർട്ടി. ഇന്നും അഭംഗുര് മുന്നോട്ട് തുടരുന്നുണ്ട്. യെസ്. അന്ന് നിങ്ങൾ പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്നു. അതിനുശേഷം 77 മറ്റേ ആ സർക്കാർ തീരുന്നു. പൊളിഞ്ഞു പോയല്ലോ. 77 പിഴിഞ്ഞു. അപ്പം പിന്നെ ഇപ്പം എന്താ കാര്യം? എല്ലാവരും ഈ പഴയ പാർട്ടി പുനരുപയോഗിച്ചു. അപ്പം സംഘടനാ കോൺഗ്രസിലൂടെ ഈ മറ്റേ സുധാകരനൊക്കെ വരുന്നത്, കമലം ജനതയല്ല, കമലം, അവരെല്ലാം കൂടെ കൂടി വീണ്ടും സംഘടനാ കോൺഗ്രസ് വീണ്ടും ഉണ്ടാക്കി. എം കമലവും കെ സുധാകരനും അവരെല്ലാം കൂടെ കൂടി വീണ്ടും പിള്ള ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കണമെന്ന് ഞങ്ങൾ ഒട്ടാരക്കര പോയി. ഞാനും
പെട്ടെന്ന് സാർ ഞങ്ങൾ 3-4 പേരാണ് പോയത്. അപ്പം ഞങ്ങൾ അവിടെ എത്തി. ബാലകൃഷ്ണപിള്ളയുടെ കൊട്ടാരക്കരയിലെ വീട്ടിലെത്തി, ചാത്തമുക്കിലെ വീട്ടിലെത്തിയപ്പോഴേ ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അന്നുകൊണ്ട് സാർ മരിക്കുന്നവരെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. കൃഷ്ണൻ പറഞ്ഞു, ഇങ്ങനെ കൊട്ടാരക്കര തിയേറ്ററിൽ സാർ അലാവുദ്ദീനും അത്ഭുതങ്ങൾക്കും സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം ഒരു സിനിമയുടെ ഒരു ബാലകൃഷ്ണപിള്ള സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അലാവുദ്ദീനും അത്ഭുത വിളക്ക്, അതൊക്കെ പ്രത്യേക ആ പേര് ഓർക്കുന്നത്. അപ്പം കൃഷ്ണൻ പറഞ്ഞു അത്യാവശ്യം അവിടെ പോയി കാണാൻ പറഞ്ഞു. അവിടെ ചെന്നു. ഞാൻ മെല്ലെ ബാലകൃഷ്ണപിള്ള സാറിനെ കാണാൻ വേണ്ടി പോയിട്ടു. കണ്ണൂരിൽ നിന്ന് കുറച്ച് ആൾ വന്നിട്ട് സാറിനോടൊന്ന് പറയാൻ ഈ ഗേറ്റ് നിന്നോടൊപ്പം ബാലകൃഷ്ണപിള്ള അന്നും അവിടുത്തെ ഒരു പ്രമാണമാണല്ലോ, പിന്നെ വല്ല സംശയമുണ്ടോ. ഉടനെ അയാൾ താണ് വണങ്ങി ഇപ്പോൾ ഇങ്ങനെ കണ്ണൂരുണ്ട്. ഞങ്ങൾ എന്തോ നിങ്ങളെല്ലാം കൂടെ ഒരു കാര്യം ചെയ്യും, ഞാൻ ആ സിനിമ കണ്ട് രസിച്ചിരിക്കുക, നിങ്ങൾ വീട്ടിൽ പോയിരിക്കുക, കൃഷ്ണൻ കാപ്പി വെക്കാൻ എത്തിയത്, ഞാൻ ഇത് കഴിഞ്ഞ് അങ്ങ് വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. പിള്ളേർ പുനർജീവിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേർ പുനർജീവിപ്പിച്ചു. നിങ്ങളാണ് പുനർജീവിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളുകൾ. ഞങ്ങൾ കണ്ണൂരുകാരായിരുന്നു. അതിൽ ഞാനാണ് ഇപ്പം എന്നോട് ബാലകൃഷ്ണപ്രസാദിന് ഇഷ്ടമാണെന്ന് അറിയാവുന്ന എല്ലാത്തിനും എന്നെ വിടുന്നത്. അങ്ങനെ ഞങ്ങൾ കട്ടൻ കാപ്പി എല്ലാം കുടിച്ച് ബാലകൃഷ്ണപിള്ള പാർട്ടി പുനർജീവിപ്പിച്ചു. 80-ൽ തെരഞ്ഞെടുപ്പ്. അപ്പോൾ വീണ്ടും ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് സജീവമായി. സംഘടനാ കോൺഗ്രസ് സുധാകരനും കമലവും അതങ്ങനെയായി. അങ്ങനെ അതൊരു പുതിയ പിന്നെ സോഷ്യലിസ്റ്റുകാർ 8-9 ഗ്രൂപ്പുകാരുണ്ട്. അവരെല്ലാം കൂടെ പല സോഷ്യലിസ്റ്റ്. നല്ല രസകരമായിട്ട് കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്.